ഹായ്. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് ലോഡ് ഇറക്കി തിരിച്ചു വരുമ്പോഴേ ഒരു കാഴ്ച കണ്ടു ട്ടോ. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി തിരിച്ചതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ മഞ്ഞ ബോർഡ് കാണുന്നുണ്ടോ? ഇതാണ് ട്ടോ ഈ കൗതുകം എന്ന് പറഞ്ഞത്. സ്റ്റാർട്ടിങ് 30 രൂപ എന്ന് എഴുതിയിട്ട് അവിൽ മിൽക്കിന്റെ ഒരു ചെറിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഷോപ്പാണ് ട്ടോ. ആ മഞ്ഞ ബോക്സ് കാണുന്നില്ലേ അതാണ്. 30, 45, 40, 50, 60 മാക്സിമം 60ന്റെ ആണ് ട്ടോ. പുറത്തൊരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 120, 130 രൂപയൊക്കെയാണ് മാക്സിമം വരുന്നത്. ഇത് കുഞ്ഞു സംരംഭമാണ്. രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ തുടങ്ങിയതാണ് ട്ടോ. അവർ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസം ആവുന്നുള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്താണെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിയോട് കൂടെ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. ആദ്യം പാലൊഴിച്ച് അതിലോട്ട് പഴം ഇട്ട് പിന്നെ വറുത്ത അവലിട്ട് അങ്ങനെ ഓരോ ഐറ്റംസും മാറി മാറി ഇട്ടിട്ടാണ്. പക്ഷെ അവന് മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് അവന്റെ മുഖം ഞാൻ അതിൽ കാണിക്കാത്ത കേട്ടോ. അവരിപ്പോൾ തുടങ്ങിയിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ തുടങ്ങിയിട്ട് 3 ആഴ്ച കഴിഞ്ഞു. തുടക്കത്തിൽ അവരൊരു 20 പേരൊക്കെ ഡെയിലി വന്നാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് അവർ തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ അവർക്ക് 4 5 പേരൊക്കെ വരുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ടിൽ പോകുമ്പോൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇതുവഴി പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ കടയിൽ കയറി അവരൊന്ന് പ്രോത്സാഹിപ്പിക്കണേ. ഇത് വരുന്നത് അടൂരാണ്. അടൂരിൽ നിന്നും കൊട്ടാരക്കര പോകുമ്പോൾ കിളിവയൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഇത് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അടൂരിൽ നിന്ന് മാക്സിമം ഒരു 1-2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ. കൊട്ടാരക്കര റൂട്ടിലോട്ടാണ്. അപ്പോൾ ആരെങ്കിലും പോകുമ്പോൾ ഇവരെ ഒന്ന് സഹായിക്കണം കേട്ടോ. പുതിയ സംരംഭകരാണ്. അപ്പോൾ അവരെ തളർത്തരുത്. അവർ പാകെ തളർന്നിരിക്കുകയാണ്. കാരണം അവർ പറയുന്ന കസ്റ്റമേഴ്സ് ഇല്ല. ഇവിടെ ആർക്കും അങ്ങനെ അവൽ മിൽക്കിനോട് വലിയ താല്പര്യമില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ അവൽ മിൽക്ക് ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഈ മറൈൻ ഡ്രൈവിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇത് കഴിക്കാറുണ്ട്. മറൈൻ ഡ്രൈവിലൊക്കെ അവൽ മിൽക്ക് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ അവിടെ ഈ പാല് എന്ന് പറഞ്ഞ സാധനേ അവർ ഒഴിക്കത്തില്ല. അവർ ഡ്രൈ ആയിട്ടാണ് നമുക്ക് തരത്തുള്ളൂ. അതായത് ഒരു 20% പോലും പാലുണ്ടാവത്തില്ല അതിൽ. പക്ഷെ ഇവരങ്ങനെയല്ല, അത്യാവശ്യം പാലൊക്കെ പാർന്ന് നല്ല രീതിയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് നമുക്ക് ഗ്ലാസ് ഫുള്ളായിട്ട് കിട്ടത്തില്ല, കാരണം 50 രൂപയേ ഉള്ളൂ. പുറത്ത് ഗ്ലാസ് ഫുള്ളായിട്ട് കൊടുക്കുന്നവർ 120, 150 രൂപ കൊടുക്കുന്നതാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമുക്ക് നമ്മുടെ വയറ് നിറയാൻ ആവശ്യത്തിലധികം ഉണ്ട് കേട്ടോ. അവർ ചിലപ്പോൾ അവിടുന്ന് മാറും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ സെയിൽ കുറവാണ്. ഒരു 3, 4, 5 പേരൊക്കെ മാക്സിമം വരുന്നുള്ളൂ, അറിഞ്ഞു വരുന്നുള്ളൂ. പിന്നെ ഇവിടെയുള്ളവർക്ക് അങ്ങനെ അവൽമിൽക്കിനോട് താല്പര്യമില്ല അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു അത് വരും, നിങ്ങളുടെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രാവശ്യം കുടിച്ചാൽ വീണ്ടും അവർ അവിടെ വന്നിരിക്കും, എന്താണെങ്കിലും നിങ്ങൾ വരും, വിഷമിക്കണ്ട എന്നൊക്കെ അവരോട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.